നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല, തിരക്കായതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ റിവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു 7.2 ആംപ്ലിഫയർ ആണ്. ദുബായിലുള്ള 4000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ജിമ്മിലേക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള 7.2 ആംപ്ലിഫയർ ആണ്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ ആംപ്ലിഫയറും അസംബിൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ കൊല്ലത്തുള്ള നമ്മുടെ സുഹൃത്തായിട്ടുള്ള പ്രശാന്ത് ഏട്ടനാണ്. കാരണം നമ്മൾ നാട്ടിലില്ലാത്തതുകൊണ്ട് നമുക്ക് ഓർഡറുകളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വരുന്ന ഓർഡറുകളെല്ലാം പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിട്ട് പുള്ളിയാണ് ആംപ്ലിഫയർ അസംബിൾ ചെയ്തിട്ട് എനിക്ക് വീഡിയോ അയച്ചു തരും. നമ്മളത് റിവ്യൂ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലുള്ള ആംപ്ലിഫയറുകൾ നിങ്ങൾക്ക് അസംബിൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ഉള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പേര് പ്രശാന്ത് എന്നാണ്, ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ്. എല്ലാ ടൈപ്പ് ആംപ്ലിഫയറുകളും അസംബിൾ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ G-Techന്റെ 6 ഇഞ്ച് ഹൈറ്റ് വരുന്ന AVR ടൈപ്പ് ക്യാബിനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും അക്രിലിക് പാനൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ വളരെ മിനിമൽ ആയിട്ടാണ് ഇതിന് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫ്രണ്ടിലൊരു 40 mm നോബ്, 2 നോബുകൾ വരുന്നുണ്ട് സബിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ടും. അതേപോലെ തന്നെ നമ്മുടെ എൻകോഡർ, ഫംഗ്ഷൻ കീക്ക് വേണ്ടിയിട്ടുള്ള എൻകോഡറിന് ഓരോ കൺട്രോൾ നമുക്ക് വരുന്നുണ്ട്. കാരണം ഇതിൽ നമുക്ക് ഒരു റിമോട്ട് കിറ്റ് ഉപയോഗിക്കുന്നത് G-Techന്റെ റിമോട്ട് കിറ്റോട് കൂടി വരുന്ന ഒരു 7.2 ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമുക്ക് ബേസ് ഇട്ടുള്ള ബാക്കി കൺട്രോളും എല്ലാം നമുക്ക് റിമോട്ടിൽ ചെയ്യാവുന്നതാണ്. G-Techന്റെ ആ റിമോട്ട് കിറ്റിൻ്റെ ഒരു ഡിസ്പ്ലേ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ പവർ ബട്ടൺ, ബ്രാൻഡിങ്, ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത്. വളരെ മിനിമലായിട്ട്. പിന്നെ ഒരു USB പോർട്ടും വരുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലായിട്ട് വരുന്നത്. ഗ്ലോസിയിലും മാറ്റിലും ആണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ആംപ്ലിഫയറിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ 7 ചാനലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ശക്തിയുടെ 7 ചാനൽ ബോർഡാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കൊരു 80 വാട്ട്സ് വരെയൊക്കെ നമുക്ക് പെർ ചാനൽ കിട്ടുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. 80 അല്ലെങ്കിൽ ഒരു 60 വാട്ട്സ് എങ്കിലും നമുക്ക് 4 ohms ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും 7 ചാനലുകളും വരുന്നത്. സബിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 2 സബിൻ്റെ സെക്ഷനാണ് വരുന്നത്. മഹാരാജയുടെ 6 ട്രാൻസിസ്റ്റർ ബോർഡുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് 2 സബിന് വേണ്ടിയിട്ട്. അത് നമുക്ക് ഏകദേശം നമുക്കൊരു 300 വാട്ട്സ് വരെ നമുക്ക്, അതായത് JBയിലൊക്കെ ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 2 സബ് കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സബിൻ്റെ സെക്ഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ ട്രാൻസ്ഫോമർ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോമറാണ്. നമുക്കറിയാം, എല്ലാ വീഡിയോയിലും പറയുന്നുള്ള ട്രാൻസ്ഫോമർ അസംബിൾ ചെയ്യുന്ന നമ്മുടെ കൊല്ലത്തുള്ള രാധാകൃഷ്ണൻ ചേട്ടൻ തന്നെയാണ്. 45 18 ആംപിയറിൽ ആണ് സബിന് വേണ്ടിയിട്ടുള്ള ടാപ്പിംഗ് ഇട്ടിട്ടുള്ളത്. സൈഡ് ചാനലുകൾക്ക് വേണ്ടിയിട്ട് 27 12 ആംപിയറിലാണ് സൈഡ് ചാനലുകൾക്കുള്ള ഒരു സപ്ലൈ ടാപ്പിംഗ് ഇട്ടിട്ടുള്ളത്. ബാക്കി 12 അതുപോലെ തന്നെ 10 ഒക്കെ ഫാനിനും അതുപോലെ തന്നെ റിമോട്ട് കിറ്റിനും ഒക്കെ ആയിട്ട് മറ്റ് ടാപ്പിങ്ങുകളും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ G-Techന്റെ റിമോട്ട് കിറ്റാണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയുന്നത്. പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ഇതിൽ മെഗാടെക്കിൻ്റെ ഒരു 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡും അതുപോലെ തന്നെ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ 7.2 ആയിട്ടാണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ സെക്ഷനായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓവറോൾ. പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ നമ്മൾ പുള്ളി തന്നെ ചെയ്തിട്ടുള്ള .PCBയിൽ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള കപ്പാസിറ്ററും ഡയോഡും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ആണ് ഇതിൻ്റെ അസംബ്ലിയും കാര്യങ്ങളും ചെയ്തിട്ടുള്ള. ഇന്ത്യയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ വൃത്തിയായിട്ട്. ഇത്ര ഹെവി ആയിട്ടുള്ള ആംപ്ലിഫയർ ആണെങ്കിലും പോലും അധികം വയറിങ് കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു 7.2 ആംപ്ലിഫയർ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയുടെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ഹെവി 7.2 ആംപ്ലിഫയറിനെ പറ്റി പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ആംപ്ലിഫയറിൻ്റെ അസംബ്ലി അല്ലെങ്കിൽ റിവ്യൂ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷിക്കും. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം കാനഡയിൽ എത്തിയിട്ട് നമ്മൾ ആംപ്ലിഫയറൊക്കെ അസംബിൾ ചെയ്യാനുള്ളൊരു പരിപാടികൾ നോക്കുന്നുണ്ട്, ബോർഡുകളൊക്കെ തപ്പുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ അസംബിൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.